പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമലയ്ക്ക് ആകെ ടെൻഷനാട്ടോ. കാരണം നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് രണ്ടാം ഭാഗത്തിൽ അനാമിക. അപ്പോൾ അതിൻ്റെ പേരിൽ ആകെ വിഷമിച്ച് കമല നന്ദുവിനോട് പറയുക, ഇനി നന്ദുവിനൊരു വിവാഹം നടക്കുമോ, എനിക്ക് ആകെ ടെൻഷനാണ് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് ആശങ്കയൊന്നുമില്ല, എനിക്കൊരു വിവാഹം വേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിവാഹം വന്നാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ വിവാഹം നടന്നാൽ മതി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അതുപോലെ ഈ പ്രശ്നം ഈ ഒരു രണ്ടാം ഭാഗം കൂടെ ഇറങ്ങിയതിന് ശേഷം ആകെ വിഷമം എല്ലാവർക്കും. അന്നേരം ആദർശ് അനിയോട് പറയുന്നുണ്ട്, എടാ ഇനിയിപ്പോൾ നിനക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം എന്ന് കരുതിയാൽ തന്നെ ഒരിക്കലും ഇളയമ്മ അതിന് സമ്മതിക്കത്തില്ല, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനും സമ്മതിക്കത്തില്ല. ഇനി ഇളയമ്മയെ ധിക്കരിച്ചുകൊണ്ട് വേറൊരു വിവാഹം കഴിക്കാൻ ഞങ്ങൾ നിന്നെ നിർബന്ധിക്കത്തുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ദേവയാനിയും ആകെ വിഷമത്തോടെ പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ ഈ വീട്ടിലെ സ്വത്തും പണവും മാത്രമായിരുന്നു, അതായിരുന്നു അവളുടെ ലക്ഷ്യം. അവൾ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടിയാണ് അവൾ ഈ ഒരു വിവാഹം തിരഞ്ഞെടുത്തതെന്നൊക്കെ ദേവയാനിയും വിഷമത്തോടെ പറയുന്നുണ്ട്. ഈ ഒരു അഭിപ്രായം തന്നെയാണ് മുത്തശ്ശിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരുടെയും മനസ്സിലിരിപ്പ് നടക്കുകയില്ല. ഈ അനന്തമൂർത്തി ആരാണ് എന്ന് അവളുടെ അച്ഛനും അമ്മയും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടുത്തെ ഒരാളെ അപകീർത്തിപ്പെടുത്തിയിട്ട് അവളൊന്നും നേടാൻ പോകുന്നില്ല എന്ന് പറയുന്ന മുത്തശ്ശനെയും അതുപോലെ ഭയങ്കര സന്തോഷത്തോടെ എന്തോ വിജയിച്ച ഭാവത്തിൽ നിൽക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.